നമസ്കാരമുണ്ട്. നമസ്കാരം. ഡിക്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. സാർ, ജോണിയേട്ടൻ കേരള കോൺഗ്രസ്സിൽ വളരെ കാലം പ്രവർത്തിച്ച ആളാണല്ലോ. ഇപ്പോൾ ഉള്ള ഈ കേരള കോൺഗ്രസും അന്നുള്ള കേരള കോൺഗ്രസും ഒന്ന് താരതമ്യം ചെയ്തെന്ന് പറയാമോ? തീർച്ചയായിട്ടും. ഞാൻ കേരള കോൺഗ്രസ്സിൽ എൻ്റെ രാഷ്ട്രീയ ജീവിതം തന്നെ തുടങ്ങുന്നത് കേരള കോൺഗ്രസ്സിലായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ PJ സാറിൻ്റെ കൂടെയായിരുന്നു. അദ്ദേഹത്തോടൊപ്പം കേരള കോൺഗ്രസ്സിൽ ഞാൻ ഒത്തിരി കാലം പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഔദ്യോഗിക സ്ഥാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അവസാനം ഇതിൻ്റെ പിളർപ്പ് പിന്നെ 6 മാസം കൂടുമ്പോൾ പിളർപ്പ് നിശ്ചയമാണ്. ഇപ്പോൾ മാണിസാർ അന്നുണ്ട് തീർച്ചയായിട്ടും. ഇപ്പോൾ മാണിസാർ കൊണ്ട് പറഞ്ഞതുപോലെ വളരും തോറും വളരും എന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് സംബന്ധിച്ചൊക്കെ ഒത്തിരി ആക്ഷേപവും പരിഹാസമൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. പക്ഷേ സത്യത്തിൽ അതാണ് ഇപ്പോൾ അവർ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ നിലവിലുള്ള സാഹചര്യം വെച്ചാണെങ്കിൽ ഇപ്പോൾ ഒരു ഇലക്ഷന് മുമ്പ് ഒന്ന് വളരും, അടുത്ത ഇലക്ഷന് മുമ്പ് തീർച്ചയായിട്ടും ഒന്നുകൂടെ വളരും. ഇപ്പോൾ എത്ര ഗ്രൂപ്പുണ്ടെന്ന് അവർക്ക് പോലും അറിയാൻ പാടില്ല. കേരള കോൺഗ്രസ് എത്ര ഗ്രൂപ്പ് ഉണ്ടായിരുന്നു? കേരള കോൺഗ്രസ് സത്യത്തിൽ അന്ന് മാണി സാറിൻ്റെ ഗ്രൂപ്പും പിന്നെ അത് തുടർന്ന നമ്മുടെ ജോസഫ് സാറിൻ്റെ മാണി ജോസഫ് എന്ന് പറയുന്ന 2 ഗ്രൂപ്പാണ് ഉണ്ടായിരുന്നത് ആദ്യം. അതിന് ശേഷമാണ് പിന്നീട് ജേക്കബ്, അതുപോലെ തന്നെ പിള്ള ഗ്രൂപ്പ് തുടങ്ങി പിന്നെ ഒരുപാട് ഗ്രൂപ്പുകൾ ഇപ്പോൾ ഉണ്ടല്ലോ. കറിയാ തോമസിൻ്റെ ഗ്രൂപ്പ്, ഒരുപാട് ഗ്രൂപ്പുകൾ പിന്നീട് വന്നു. ഇതിലൊന്നും യഥാർത്ഥത്തിൽ ആളൊന്നും ഉള്ളതല്ല. കേരള കോൺഗ്രസ്സിൽ പിന്നെ എണ്ണിയെടുക്കാൻ പറ്റിയത് കുറച്ച് ആളുകളൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് PJയുടെ ഗ്രൂപ്പിലും കുറച്ച് മാണി സാറിൻ്റെ ഗ്രൂപ്പിലുമുണ്ട്. പക്ഷേ അതുമൊക്കെ നാമാവിശേഷമായിക്കൊണ്ടിരിക്കുക. ഈ നാമാവിശേഷമാകാൻ കാരണം സ്ത്രീ വിഷയങ്ങളാണോ? അന്നും ഇപ്പോഴത്തെ പോലെ തന്നെ അന്നും എടുത്തിട്ടിരുന്നത് സ്ത്രീ വിഷയങ്ങളായിരുന്നോ? അല്ല, സ്ത്രീ വിഷയങ്ങൾ അതുണ്ടെങ്കിൽ പോലും അത്ര പ്രകടമായിട്ടൊന്നും കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത്രയൊരു ഇതായിട്ടൊന്നും വന്നിട്ടില്ല. അത് മറ്റേ രാഷ്ട്രീയ പാർട്ടികളെ പോലെയൊന്നും സ്ത്രീ വിഷയങ്ങൾ കേരള കോൺഗ്രസ്സിൽ അത്രയൊന്നും ഏറ്റിട്ടില്ല. കേരള കോൺഗ്രസ്സിൽ ഉള്ള പ്രശ്നമെന്ന് പറയുന്ന അധികാരമോഹമാണ്. അധികാരം അവർക്ക് എപ്പോഴും കൊടി കെട്ടിയ കാറ് വേണം. എന്ന് വെച്ചാൽ എപ്പോഴും മന്ത്രി കസേരയിൽ ഇരിക്കണം, മിനിമം ഒരു MLA എങ്കിലും ആയിരിക്കണം. അധികാരത്തിൻ്റെ പിന്നെ അത്യാഗ്രഹം അതാണ്. പെണ്ണ് വിഷയമല്ല അവർക്ക്. പെണ്ണ് വിഷയം കാര്യമായിട്ടൊന്നുമില്ല. അഥവാ പെണ്ണ് വിഷയം ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുള്ളത് അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. ഈ കാലഘട്ടത്തിലാണ് വലിയ സംഭവമായിട്ട് അറിയാക്കുന്നത് അല്ലേ? അതെ, തീർച്ചയായിട്ടും അതെ. കേരള കോൺഗ്രസിലെ നേതാക്കന്മാരെ പെണ്ണ് വിഷയത്തിൽ ഉൾപ്പെട്ട ആൾക്കാർ വളരെ ചുരുക്കമൊക്കെ ഉള്ളൂ. അത് ഉമ്മൻചാണ്ടിയാണോ ആദ്യമേ ഈ പ്രകാരം ഏറ്റുവാങ്ങേണ്ടതായിട്ട് വന്നത്? അല്ല, ഉമ്മൻചാണ്ടി മാത്രമല്ലല്ലോ. ഇപ്പോൾ കോൺഗ്രസ്സിൽ ഈ പ്രകാരം ഏറ്റുവാങ്ങിയപ്പോൾ നമുക്കറിയാം. ഈ കേരള കോൺഗ്രസ് ഉണ്ടായ ചരിത്രം പോലെ, അതായത് നമ്മുടെ 64 കാലത്താണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ അന്നൊക്കെ ചെറുപ്പമാണ്. നമ്മൾ PT ചാക്കോ സാർ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കുന്ന അവസരത്തിൽ കോൺഗ്രസ്സിൽ അദ്ദേഹം വലിയ പ്രകാരം ഇത് ഏറ്റുവാങ്ങി രാജിവെക്കേണ്ടി വന്ന ആളാണ്. PT തോമസ് സാറ് അതിപ്രഗത്ഭനായൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ഇവിടെ ആഭ്യന്തരമന്ത്രിയായിരുന്നു, പിന്നെ പാർലമെൻറ്റിലൊക്കെ പോയിട്ടുള്ള ആളാണ്, നല്ല നിയമജ്ഞനായിരുന്നു. വിമാനത്തെ വെച്ച് കടന്നു പിടിച്ചെന്ന് പറഞ്ഞിട്ട് PJ ജോസഫും അതുപോലെ തന്നെ ഏറ്റുവാങ്ങേണ്ട ഒന്നാണല്ലോ. അതിനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമൊന്നും ഉള്ളതല്ലത്. അതിനെ സംബന്ധിച്ചൊക്കെ നമ്മളത് അന്നും ഉണ്ടായിരുന്നല്ലോ ഈ മുമ്പും എനിക്ക് തോന്നുന്നു ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ആരോപണമൊക്കെ പറഞ്ഞു, അതൊക്കെ ഒരുപാട് രാഷ്ട്രീയക്കാർ മുതലെടുത്തതാണ്. അതിൻ്റെ പിന്നിലും രാഷ്ട്രീയക്കാരാണ്, അതിൻ്റെ പിന്നിലും കോൺഗ്രസ്സുകാരുണ്ട്. അതിൽ വലിയ കാര്യമൊന്നുമില്ല. അത് വെറൊരു അദ്ദേഹത്തിൻ്റെ പേര് മോശമാക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളതല്ലാതെ അദ്ദേഹം പോയിട്ട് കോടതി വരെ അതിനകത്ത് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. അദ്ദേഹത്തിന് ആ വിഷയത്തിലൊന്നും വലിയ താല്പര്യമുള്ള ആളല്ല. PJ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ഈ വക കാര്യങ്ങൾക്കും അതുപോലെ തന്നെ അഴിമതിയുടെ കാര്യത്തിനുമൊക്കെ വളരെ പുറകോട്ട് പോകുന്ന ആളാണ്. അധികാരത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് വലിയ താല്പര്യമുണ്ട്. ജോസഫ് സാറിനെ സംബന്ധിച്ചാണെങ്കിലും ഒരു സ്ത്രീ വിഷയത്തോട് താല്പര്യമില്ലാഞ്ഞിട്ട് വിമാനത്തെ വെച്ച് ഒരു സ്ത്രീനെ കടന്നു പിടിച്ച് അതിനെ ബലാത്കരിച്ച് ആ ഒരു രീതിയിൽ ഹീനമായൊരു പ്രവൃത്തിയിലേക്ക് ആ വ്യക്തിയെ ജനസമൂഹം കാണാൻ ഉതകുന്ന രീതിയിലേക്ക് മാറ്റിയെടുത്തത് രാഷ്ട്രീയക്കാരുടെ കളി തന്നെയല്ലേ? അത് തീർച്ചയായിട്ടും അതെ. അദ്ദേഹം UDFൻ്റെ മന്ത്രിസഭയിൽ ഇരിക്കുന്ന സമയത്താണല്ലോ ഈ ആരോപണം വരുന്നത്. അതുകൊണ്ടല്ലേ അദ്ദേഹത്തിന് അവിടെ നിന്ന് രാജിവെച്ച് പോകേണ്ടി വന്നത്. അദ്ദേഹത്തിന് അന്ന് പിന്നെ ഈ ആരോപണം ഉന്നയിക്കുന്ന വ്യക്തികൾ തന്നെ CPMൻ്റെ ആൾക്കാരാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുള്ള ആൾക്കാരാണ്. പ്രതിപക്ഷം അത് ഉന്നയിച്ച് കാര്യമായിട്ട് കൊണ്ടുപോകും. പക്ഷെ അതിൻ്റെ പിന്നിലും UDFിലെ ചില നേതാക്കന്മാരെല്ലാം ഉണ്ട്. അത് ഈ രാഷ്ട്രീയമായിട്ടുള്ള കാലുവാരൽ
എല്ലാ കാലത്തും ഉണ്ടല്ലോ, അതെല്ലാ പാർട്ടിയിലും ഉണ്ട്. അതിൽ അല്പമെങ്കിലും കുറവുള്ളതുണ്ടെങ്കിൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ അത് കുറവുള്ളൂ. അവരങ്ങനെ എന്തെങ്കിലുമൊക്കെ നൂലാമാലകൾ ഉണ്ടായാൽ പോലും അത് വെളിച്ചം കാണാതെയൊക്കെ ഒതുക്കി തീർക്കാനുള്ള കഴിവുകൾ അവർക്കുണ്ട്. ഒതുക്കി തീർക്കാനുള്ള കഴിവുകൾ അവർക്കുണ്ട്. ഉണ്ട്. അതിവ്യാപകമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് ഉണ്ട്. ആ കാര്യത്തിന് ഇപ്പോൾ ആരും മോശമല്ല. പക്ഷേ അത് അവതരിപ്പിക്കാനായിട്ട് UDF-നെ സംബന്ധിച്ച് അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് അത് ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് വളരെ പിന്നോക്കമല്ല ഒരു കാര്യത്തിൽ. ആ ഒരു കാര്യത്തിലൊരു മാക്സിമം ഒരു നീറ്റ്നെസ് അവർ കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് ആ പ്രസ്ഥാനത്തെ കരുതിച്ച് കാണിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെല്ലാം അങ്ങനെ തന്നെയാണ്. ഏതെങ്കിലും ഒരു നേതാവിന് ഒരു അബദ്ധം പറ്റിപ്പോയാൽ പരമാവധി അവരതിനെ വെളിയിലോട്ട് വരാതെ, ജനങ്ങളുടെ ഇടയിലിട്ട് അത് വരാതെ പരമാവധി ശ്രദ്ധിക്കാൻ അവരെ കൊണ്ട് കഴിയും. ഫേസ്ബുക്ക് പേജിലാണല്ലോ ഈ ഉണ്ണിക്കുട്ടനെ കുറിച്ച് വാർത്ത പറയുന്നത്. ആദ്യം വന്നത് അങ്ങനെയാണ്. പ്രതിപക്ഷ നേതാവൊന്നും അല്ലല്ലോ ഈ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് അറിയിച്ചത്. അങ്ങനെയായിരുന്നെങ്കിൽ നിയമസഭയിൽ അവതരിപ്പിക്കാറുന്നല്ലോ. ആ ചാൻസ് ഉണ്ടായിട്ട് പോലും അവതരിപ്പിക്കാൻ തയ്യാറായില്ലല്ലോ. അല്ല, കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്ന ഏറ്റവും വലിയ അവരെ അമ്പർപ്പിച്ച് പോകുന്ന ഒരു കാര്യം അത് തന്നെയാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം കത്തി ഇങ്ങനെ നിൽക്കുമ്പോൾ കൃത്യം ദിവസങ്ങളിൽ അവർക്ക് കിട്ടുന്ന ഒരു ചാൻസ് ആയിരുന്നത്. അതിനെ തീർച്ചയായിട്ടും 90% പിടിച്ചു. അപ്പോൾ നിയമസഭയിൽ അതെടുത്തിട്ട് തീർച്ചയായിട്ടും അവർക്ക് ഭരണകക്ഷിയെ തീർച്ചയായിട്ടും വായടപ്പിക്കാൻ കിട്ടിയ അവസരം. പക്ഷേ ഇവർ മിണ്ടിയില്ല. അപ്പോൾ അതാണ് പറയുന്നത്, ഇതിനുള്ളിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ എന്താണേലും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ശരിയല്ല. ഈ വിഷയത്തിലല്ല ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ കൂടെയുള്ള ആളിനെ പുകച്ച് പുറത്തിയടിച്ചുകൊണ്ട് ഒരു ഭരണത്തിൽ മുകളിൽ കയറി ഇരിക്കുക എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇത്തരം തന്ത്രങ്ങളൊക്കെ അദ്ദേഹം മെനയുന്നത്. പക്ഷേ ജനങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ട് പോയി, പ്രസ്ഥാനത്തിൽ നിന്നും ഒറ്റപ്പെട്ട് ഇപ്പോൾ വെളിയിൽ പോകേണ്ടി വരും. ഇതാണ് വരാൻ പോകുന്നത്. കേരള കോൺഗ്രസിനെ പറ്റി ചോദിച്ചല്ലോ. കേരള കോൺഗ്രസ് ഒരു കർഷകരുടെ ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ വന്നത്, അന്ന് ജന്മമെടുക്കുന്നത്. പക്ഷേ അവരുടെ ആദ്യകാലത്തുണ്ടായിരുന്ന നേതാക്കന്മാരുടെ ക്വാളിറ്റികളൊന്നും ഉള്ള ഒറ്റ നേതാവൊന്നും ഇപ്പോൾ നിലവിലില്ല. ജോസഫ് സാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കുറച്ച് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തോട് ഇപ്പോൾ പ്രായമായതിൻ്റെ പേരിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. പിന്നീട് അപ്പുറം നിൽക്കുന്നത് ഒന്നും കേരള കോൺഗ്രസിന് കർഷകർക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടോ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഒന്നും ചെയ്യുകയില്ല അവർക്കിപ്പോൾ അധികാരം വേണം. അധികാരത്തിൻ്റെ ചുവട് പറ്റി വേറെ പല കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള താല്പര്യങ്ങളാണ് അവർക്കുള്ളത്. അതാണ് കേരള കോൺഗ്രസ്. ഇപ്പോൾ വളരും തോറും പിളരുമെന്ന് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ പിളരും. 6 മാസത്തിനുള്ളിൽ ഒന്ന് പിളരുമെന്നുള്ളതിൽ വലിയ തർക്കമൊന്നുമില്ല. അവർക്കും പറ്റിയിരിക്കുന്ന കുഴപ്പം ഈ 1, 2, 3 പ്രാവശ്യം MLA ആയ ഒരാൾ ഒരിക്കലും മണ്ഡലത്തിന് മാറിക്കൊടുക്കാൻ തയ്യാറില്ല. അല്ലി പിടിച്ചിരിക്കുക. ഒരിക്കലും മാറിക്കൊടുക്കാൻ അവർ തയ്യാറില്ല. അതാണ് ഏറ്റവും വലിയൊരു വിഷയം. പിന്നെ കൃഷിക്കാർക്ക് വേണ്ടി ഒരു മണ്ണാങ്കട്ടം ചെയ്തിട്ടില്ല. അത് വെറുതെ പറയുന്നത് മാത്രമല്ല. കൃഷിക്കാരനെ പൊടിയിട്ട് കൊണ്ടുവരാൻ പറ്റുള്ള പരിപാടിയാണ്. റബ്ബർ കർഷകനെ സഹായിക്കുമെന്നൊക്കെ പറഞ്ഞ് ആ കാലത്തൊക്കെ സമരം നടത്താൻ കോട്ടയത്ത് ചെന്ന് വെച്ചാൽ കുറേ റബ്ബർ ഷീറ്റൊക്കെ എടുത്തിട്ട് കത്തിയും. റബ്ബറിന് 200 രൂപ വിലയുള്ള അവസരത്തിൽ അത് പോരാ 400 ആക്കണം കുറയും. അതൊക്കെ വലിയ തന്ത്രമാണ്. കൃഷിക്കാരനെ കയ്യിലെടുക്കാൻ വേണ്ടി ചെയ്യുന്ന തന്ത്രമാണ്. 25 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന വില പോലും അന്ന് 250 രൂപ റബ്ബറിനുണ്ടെങ്കിൽ അത് 500 ആക്കി തരാമെന്ന് പറഞ്ഞ് ഈ ചടീനും അധ്യക്ഷനെയും ശങ്കരനൊക്കെ ചാടിക്കും. 20 കൊല്ലം കഴിഞ്ഞിട്ട് അതിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. അത് കോട്ടയത്ത് കൈക്കാർ റോഡിൽ കൊണ്ടിട്ട് കുറച്ച് റബ്ബർ ഷീറ്റ് കത്തിക്കും. വലിയ സമരമാണ്. കൈക്കാർ റോഡിൽ കൊണ്ട് കുറേ റബ്ബർ ഷീറ്റ് കൊണ്ട് കത്തിച്ചേച്ച് വരും. ആ നേതാക്കന്മാരുടെ റബ്ബർ ഷീറ്റല്ലോ, ഏതെങ്കിലും ചാടിയോ തൊമ്മന ആരെങ്കിലും തല വെച്ച് ഒന്നുണ്ട് നേതാവ് ഉദ്ഘാടനം ചെയ്യും, കുറേ റബ്ബർ ഷീറ്റും കത്തിച്ച് പോയും. ഒരു 2 മാസം കഴിയുമ്പോൾ 250 രൂപ ഉണ്ടായിരുന്നു 200 രൂപയാവും. ഉച്ച കഴിയുമ്പോഴത്തേക്ക് അത് 150 രൂപയാവും. അതുപോലെ എല്ലാ ഉൽപ്പന്നങ്ങളും ഓരോ ഉൽപ്പന്നത്തിനും വില കൂട്ടാൻ അവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അത് വില കൂടിയല്ല എന്നുള്ളത് അവർക്കറിയാം. വില കൂട്ടാനുമല്ല, ഈ കൃഷിക്കാരെയും സാധാരണക്കാരെയൊക്കെ കൂട്ടി നിർത്തണം. ഈ മധ്യ തിരുവിതാംകൂർ മാത്രം ഓടുന്ന ഒരു കച്ചവടമായത്. മധ്യ തിരുവിതാംകൂറിൽ ഓടുള്ളൂ ഇത്. ഈശ്വരജി പണ്ട് പറഞ്ഞ പോലെ ഇതേ മധ്യ തിരുവിതാംകൂർ മാത്രം ഓടുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇവിടെ കിടക്കുന്ന കുറേ സാധാരണക്കാരായ പാവങ്ങൾ കർഷകരെ പണ്ട് പറയാറുന്നു ഈ ക്രിസ്ത്യാനികൾക്കുള്ള പാർട്ടിയാണെന്നൊക്കെ പറയാറ്. അതൊക്കെ വെറും പള്ളി പറച്ചില്ല. കുറേ അച്ഛന്മാരൊക്കെ കൂടെ കൂടിയിട്ടുണ്ട്. അവർക്കൊക്കെ വെള്ള ഉടുപ്പ് കാണുമ്പോഴത്തെ അച്ഛന്മാരൊക്കെ കൂടും. പക്ഷേ അതൊക്കെ അവരുടെ കാര്യം കാണാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ ഈ പാർട്ടിയെ സ്നേഹിക്കുന്നുകൊണ്ടൊന്നുമല്ല. കേരള കോൺഗ്രസ് ഉയർച്ചയുടെ പടവുകൾ ചവിട്ടിക്കയറാനായിട്ട് എന്തെല്ലാം മാർഗങ്ങളാണ് ഇനി ഇവരുടെ മുമ്പിലുള്ളത്? കേരള കോൺഗ്രസ് ഉയർച്ചയുടെ പടവുകൾ ചവിട്ടിക്കയറണമെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ ഗ്രൂപ്പുകളെല്ലാം ഒന്നാകണം. വിഘടിച്ച് നിൽക്കുന്ന എല്ലാ ഗ്രൂപ്പുകൾ കൂടി ഒന്നായി അത് കേരളത്തിലെ ജനങ്ങളുടെ അടുത്തേക്ക് അത് ആ ഒരു രീതി ഉണ്ടാകണം. ജനങ്ങൾക്കത് മനസ്സിലാകണം. ഇവർക്ക് ഇനി ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയണമെങ്കിൽ ഇതൊന്നായി വരണം. ഇതൊന്നായി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജനങ്ങൾ അംഗീകരിക്കും.
24 MLA മാരുണ്ടായിരുന്നല്ലോ ഇവർക്കൊരു കാലത്ത്. ഈ പിളർപ്പിനൊക്കെ മുമ്പ് 24 MLA മാരുണ്ടായിരുന്നു. കേരളത്തിലിപ്പോൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ മൂന്നാമത്തെയോ പിന്നെ ഇതിലേക്ക് ഇവർ വന്നതാണ്. 24 MLA മാരാണെന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിളർപ്പുണ്ടായി കഴിഞ്ഞപ്പോൾ തീരെ എണ്ണം കുറഞ്ഞു പോയി. വിവരവും വിദ്യാഭ്യാസമുള്ള ആളുകൾ, വിദ്യാഭ്യാസം മാത്രം പോരാ, വിവരം കൂടി വേണം. കോളേജിൽ ചെന്ന് എന്തെങ്കിലുമൊക്കെ പഠിച്ചെന്ന് പറയുന്നതിൽ വലിയ കാര്യമൊന്നും, അനുഭവങ്ങളുണ്ടാകണം, ജനങ്ങളെ അറിയണം, നാടിനെ അറിയണം. വിവരവും വിദ്യാഭ്യാസമുള്ള ആൾക്കാർ നിയമം നിർമ്മിക്കുന്ന സഭയിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരും. അല്ലാതെ ഇപ്പോൾ പഴയ കാലത്ത് 50 വർഷങ്ങൾക്കൊക്കെ പോയവൻ അന്നത്തെ ഒരു സാഹചര്യം വെച്ചാണ് ഇന്നും അങ്ങനെയുള്ള ആൾക്കാർക്ക് പാടെ മാറ്റണ്ടേ? അത് തീർച്ചയായിട്ടും വേണം. മാറ്റേണ്ട പിന്നെ പാരമ്പര്യത്തിന്, രാഷ്ട്രീയത്തിന് പാരമ്പര്യത്തിന്റെ കഥ പറഞ്ഞൊരു കാര്യം അതൊന്നുമില്ല. അതെല്ലാം പാരമ്പര്യം ഇവരുടെ കുത്തകയാണല്ലോ ഇവർ അവകാശപ്പെടുന്നത്. അത് ജനങ്ങളുടെ കുഴപ്പമാണ്. ഇത്ര നാളത്തെ സേവന പാരമ്പര്യം കാഴ്ചവെച്ച ആൾക്കാരെന്നാണല്ലോ ഇവർ അവകാശപ്പെടുന്നത്. അതാണെന്നേ, അത് അവരുടെ കുഴപ്പമല്ലെന്നേ. ഞാൻ ആ കാര്യത്തിൽ അവർ സമർത്ഥമായിട്ട് അവരത് ഉപയോഗിക്കും, സമർത്ഥമായിട്ട് ഉപയോഗിക്കും. അത് ജനങ്ങളാണ് അതിനെ ചെയ്യേണ്ടത്. ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് കൈമാറ്റം ചെയ്യപ്പെടുന്ന എന്തെങ്കിലും ആണോ? ഇതിന് പാരമ്പര്യമൊന്നുമില്ലല്ലോ. എന്ത് പാരമ്പര്യത്തിനുള്ളത്? ഇവരങ്ങനെയാണോ അവകാശപ്പെടുന്നത്? അത് അവരവകാശപ്പെടുന്നത് ജനത്തിൻ്റെ കുഴപ്പമാണേ. അതിന് അവരെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവർ പല കാര്യങ്ങളും സമർത്ഥമായിട്ട് പറയും. വേറെ ആരും ഈ രംഗത്തേക്ക് വരാത്തതിൻ്റെ കാര്യം, അല്ലെ ഇവരെ ശോഭിക്കാൻ വേറെ ആരെയും കൂടെ കൊണ്ടുവരാൻ ഇവർ സമ്മതിക്കില്ല. വേറെ ആർക്കെങ്കിലും സീറ്റ് കൊടുക്കണ്ടേ? ഈ ഒരു MLA ആയിട്ട്, MP ആയിട്ടോ, അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടോ, മെമ്പറായിട്ടോ നിൽക്കുന്ന ഒരാൾ മെഡിക്കൽ പരിശോധന അനിവാര്യമല്ലേ? ഒരു രോഗിയായിട്ടുള്ള ആളിനെ സമൂഹത്തെ ഭരിക്കാനായിട്ട് ഏൽപ്പിച്ചൊരു കാര്യമുണ്ടോ? അല്ല, അത് വളരെ ശരിയായിട്ടുള്ള കാര്യം. അതിൻ്റെ കാര്യങ്ങൾ അതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, തീരാരോഗിയായിട്ട് കിടക്കുന്ന ആളെ തീർച്ചയായിട്ടും അങ്ങോട്ട് കൊണ്ടുവരരുത് എന്നുള്ള വേറെ കാര്യം. അവൻ രോഗിയാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മുടെ ചീഫ് മിനിസ്റ്റർ കാര്യം എടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 2 കോടി രൂപയിലധികം ഈ കേരളത്തിലെ നികുതി പണം യാത്രയ്ക്കും അനുബന്ധ ചികിത്സയ്ക്കുമായിട്ട് 2 കോടിയിലധികം എമൗണ്ട് ഈ ചീഫ് മിനിസ്റ്റർ നമ്മുടെ എഴുതി മേടിച്ചിട്ടുണ്ട്. അല്ല, ഒക്കെ ശരിയായ രീതികളാണോ? കോടതിയോ സുപ്രീം കോടതിയോ അല്ലെങ്കിൽ ചെറിയ അഡ്വക്കേറ്റുമാർ വരെ ചോദ്യം ചെയ്യുന്നില്ല എന്തുകൊണ്ട്? അല്ല, അത് കോടതിക്ക് അതിനെ ചോദ്യം ചെയ്യാൻ പരിമിതികളുണ്ട്. കാരണം ഈ നിയമം നിർമ്മിക്കുന്ന ഇവരെടുക്കുന്ന തീരുമാനങ്ങൾക്ക് കോടതിക്ക്, ജുഡീഷ്യറിക്ക് ഇടപെടാൻ ബുദ്ധിമുട്ട് വരും. ജുഡീഷ്യറിക്ക് ഇടപെടുന്നതിന് പരിധികളുണ്ട്. ഇടപെടാൻ പറ്റില്ല. അതായത് എക്സിക്യൂട്ടീവിൻ്റെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യല ഒരുമാതിരി. കാരണം അവർക്ക് അതിനുള്ള പവറില്ല. പിന്നെ ഈ രോഗികളായിട്ട് ഇവർ വരുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ യഥാർത്ഥത്തിൽ രോഗികളായിട്ടല്ല. ഇവർക്ക് ഇപ്പോൾ അമേരിക്കയിലോ അല്ലെങ്കിൽ ലണ്ടനിലോ എവിടെയെങ്കിലും പോയി ചികിത്സിക്കാനുള്ള ഒരു അനുവാദം, ഒരു നിയമം നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. അതിനുള്ള ഫണ്ട് സർക്കാർ കൊടുക്കണമെന്ന് ഇവരെല്ലാം കൂടി, അത് ഭരണപക്ഷത്തിരിക്കണം പ്രതിപക്ഷത്തിരിക്കണം കൂടി ആനുകൂല്യം കിട്ടാൻ വേണ്ടിയിട്ട് ഇവരെല്ലാം ഒന്നാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു നിയമം നിർമ്മിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് ഇവർക്ക് എവിടെ വേണമെങ്കിലും പോകാം. സർക്കാർ കാശ് എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ജനങ്ങളുടെ നികുതി പണം ആണ്. അല്ലെങ്കിൽ ഇപ്പോൾ സർക്കാർ പണം കൊടുക്കില്ല എന്നുള്ള ഒരു രീതി വരികയാണെങ്കിൽ ഇവരാരും വിദേശത്ത് പോയില്ല. ആരെങ്കിലും പോകുന്നു തോന്നുന്നുണ്ടോ? കേരളത്തിലെ എല്ലാ ചികിത്സയ്ക്കും സർവ്വ ചികിത്സയും കേരളത്തിൽ നടത്തുന്നവർ, അവർക്ക് രോഗമില്ലല്ലോ. ഇപ്പോൾ ഈ വിദേശത്ത് പോകണമെന്ന് പറയുന്ന ആളുകൾക്ക് സർക്കാർ ഖജനാവിൽ നിന്ന് പൈസ കിട്ടില്ല എന്ന ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഒറ്റ മന്ത്രി MLA വിദേശത്ത് പോയി ചികിത്സിക്കുക, അവർക്ക് സുഖവുമില്ല. ഈ കേരളത്തിൽ എല്ലാ ചികിത്സയ്ക്കുള്ള സൗകര്യങ്ങളില്ലേ? തീർച്ചയായിട്ടും ഇല്ല. ഇവിടെ വിദേശത്തുള്ള കഴിഞ്ഞ വലിയ ചികിത്സാ സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റൽ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ മേലെ ഒരു 10-25,000 ഏറ്റവും കൂടി പോയി കഴിഞ്ഞാൽ ആളോഹരി അതിൽ കൂടുതൽ മുടക്ക് വരുമോ? അല്ല, അത് ചെയ്യാം. പക്ഷേ അതിൻ്റെ ഇപ്പം നിലവിൽ ഇപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം എവിടെ പോയാലും അതിൻ്റെ കാശ് സർക്കാർ കൊടുക്കും. അതുകൊണ്ട് അവരത് ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ നിയമവാഴ്ചയാണോ ചെയ്യുന്നത്? നിയമമില്ലല്ലോ. നിയമം ഉണ്ടായിട്ട് കൊണ്ടല്ലോ നിയമവാഴ്ച. നിയമം വെച്ചിരിക്കുന്ന ഇവർക്ക് അനുകൂലമാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ MLA മാർക്ക് മന്ത്രിമാർക്ക് ശമ്പളം കൂട്ടാൻ പോകുമെന്ന് പറഞ്ഞു. അത് ആരോടും ചോദിച്ചിട്ടുള്ള അവർ പ്രതിപക്ഷവും ഭരണകക്ഷി എല്ലാം കൂടെ കൂടിയിട്ട് അവർക്ക് തോന്നുന്ന എഴുതിയെടുക്കുകയല്ലേ. അത് ചോദ്യം ചെയ്യാൻ ആരുമില്ലല്ലോ. സ്വാതന്ത്ര്യം കിട്ടി എന്ന് അവകാശപ്പെടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയോ? അല്ല, അത് സാധാരണ ജനങ്ങൾ ഇപ്പോൾ പറയുന്നതല്ല, അതങ്ങനെ തന്നെയാണ്. സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയുന്നത് ഈ മുകളിലുള്ള ആൾക്കാർക്ക്, ഇന്ത്യയിലെ വൻകിട വ്യവസായികൾക്ക്, അതുപോലെ വലിയ തോട്ടം മുതലാളിമാർക്ക്, ഈ പൊതുപ്രവർത്തകരായിട്ട് നടക്കുന്ന ഇതുപോലുള്ള ആൾക്കാർക്ക് അവർക്ക് വിളയാടാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടിയെന്നുള്ളതല്ലാതെ സാധാരണക്കാരായ ആളുകൾക്ക് എന്താണ് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ളത്? അവരെല്ലാം ഇവർ തയ്യാറാക്കി കൊടുക്കുന്ന നിയമത്തിനുള്ളിൽ നിന്നോണം, ഇവർ പറയുന്ന പിഴ കിട്ടിക്കോണം, ഇവർ പറയുന്നിടത്ത് വരണം. ഇതാണ് അവർക്ക് പിന്നെ ഇവിടെ സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നത്. ജോൺ അമ്പാട്ടേട്ടാ എന്ന് ചോദിക്കട്ടെ, പഴയ കാലത്ത് നിലനിന്നിരുന്ന ആ കുടിയാൻ വ്യവസ്ഥിതിയല്ലേ
അതേ തത്വമല്ലേ ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്? എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ? അല്ല, സത്യത്തിൽ ഇപ്പോഴത്തെ കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ആ തരത്തിലുള്ള ഒക്കെയാണ് എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. ആരെങ്കിലും അങ്ങനെ വിചാരിച്ചാൽ അവർ തെറ്റ് പറയാൻ പറ്റില്ല. സമീപകാലത്ത് വന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ, കാരണം ഇപ്പോൾ റോഡിൽ ഇറങ്ങാൻ പറ്റുന്നില്ല. തീണ്ടലും തൊടിയിലുള്ള ആ കാലത്തിൻ്റെ പ്രതീതിയല്ലേ ഇപ്പം ജനങ്ങൾ അനുഭവിക്കുന്നത്? തീണ്ടലും തൊടിയിൽ എന്ന് പറഞ്ഞ പോലെ അല്ലെങ്കിൽ പോലും അത് വേറൊരു തരത്തിലാണ് വന്നിരിക്കുന്നത്. തീണ്ടലും തൊടിയിലും പോലെ അല്ലെങ്കിലും അത് മറ്റൊരു തരത്തിലാണ്. ഇപ്പോൾ മനുഷ്യന് റോഡിലിറങ്ങിയാൽ പേടിച്ചിട്ട് മേല ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാരുടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോലീസുകാരുടെയും മറ്റ് വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ തുടങ്ങിയുള്ള ഒരുപാട് കുഴപ്പങ്ങൾ. സർക്കാർ ഓഫീസിൽ കയറി ചെല്ലാൻ പാടില്ല, സർക്കാർ ഓഫീസിൽ നിന്നുള്ള നോട്ടീസും കാശടയ്ക്കാൻ പറഞ്ഞിട്ടുള്ള അറിയിപ്പുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ട് ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അത് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല, അതാണ് പറയുന്നത്. വലിയ നികുതിയും അതുപോലെയുള്ള വലിയ കഷ്ടപ്പാടുകളൊക്കെ സഹിച്ച് ജനം പോവുകയാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇത്രയും വിലക്കയറ്റമുള്ള ഒരു സംസ്ഥാനം ഇന്ത്യയിൽ വേറൊരു സ്ഥലത്തുമില്ല. ഇത്രയും സാധാരണ ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന ഒരു സംസ്ഥാനം കേരളത്തിൽ ഒരു സ്ഥലത്തുമില്ല. ഈ കേരള കോൺഗ്രസിൻ്റെ ഇനിയുള്ള പ്രവർത്തനങ്ങൾ നമ്മളെങ്ങനെ നോക്കി കാണണ്ടേ? കേരള കോൺഗ്രസിന് ഇനിയിപ്പോൾ ഞാൻ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് ജനങ്ങളുടെ ഒരു അംഗീകാരം അല്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ ഒരു സ്വീകാര്യത കിട്ടണമെങ്കിൽ കേരള കോൺഗ്രസ് ഒന്നായി നിൽക്കണം. കേരള കോൺഗ്രസ് ഒന്നായി നിൽക്കണം. പിന്നെ രണ്ടാമത്, കേരള കോൺഗ്രസ്സിൽ ഇനിയിപ്പോൾ അത്രയും ഒരു ജനങ്ങൾക്ക് പണ്ടത്തെ പോലുള്ളൊരു വിശ്വാസം വരില്ല. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇതെല്ലാം ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയായിരുന്നു. കൃഷിക്കാർക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല. ഇവർ 64-65 വന്നു എന്ന് പറയുന്നത് കൃഷിക്കാർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാൽ വന്നത്, ഒന്നും ചെയ്തിട്ടില്ല. ഒരു കാലത്ത് ചേന, ചേമ്പ്, നടുതല സാധനങ്ങളായ വാഴ, അതുപോലെ തന്നെ കാച്ചിൽ, പലവ്യഞ്ജനങ്ങൾ, സ്പൈസസ് ആയിട്ട് വാനില, കുരുമുളക്, റബ്ബർ, കാപ്പി, കൊക്കോ, ഏലം, ഗ്രാമ്പു എല്ലാം കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ എല്ലാ കൃഷികളും പാടെ നശിച്ചില്ലേ? അല്ല, ഈ നമ്മുടെ ഫലപുഷ്ടമായ നാടല്ലേ, ഫലപുഷ്ടമായ മണ്ണല്ലേ, നല്ല കാലാവസ്ഥയല്ലേ? പക്ഷേ ഇവിടെ എന്തുകൊണ്ട് ചെറുപ്പക്കാർക്ക് തങ്ങാനായിട്ട് സാധിക്കുന്നു? എല്ലാം വിട്ടുപോകുമല്ലോ ജോണിയേട്ടാ. അല്ല, കേരളത്തിൽ ഇപ്പോൾ കൃഷിക്ക് വളരെ അനുകൂലമായ കാലാവസ്ഥയും മണ്ണും ഒക്കെ അങ്ങനെ തന്നെയാണ്. അന്നത്തെ രീതിയിൽ തന്നെ വലിയ മാറ്റങ്ങളൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ കൃഷിക്കാരുമില്ല, കൃഷിയില്ല. കേരള കോൺഗ്രസ്സുകാർ ഇവിടെ കൃഷി ഉണ്ടാക്കുന്നു, കൃഷിക്കാരെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞൊക്കെ വലിയ കളിപ്പീരായിരുന്നു എന്നുള്ളത് ഇപ്പോൾ ജനത്തിന് മനസ്സിലായി. ഇവിടെ ഒന്നും ഉണ്ടായില്ല. രാഷ്ട്രീയത്തിലേക്ക് ഒരു അണികളെ ഇപ്പം കിട്ടാനായിട്ടില്ല, ചെറുപ്പക്കാരെല്ലാം നാട് വിട്ടു പോവല്ലേ? അതിപ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ തലതിരിഞ്ഞ പ്രവർത്തനവും ഈ കോഴിതീറ്റയൊക്കെ കണ്ട് അവർ മടുത്ത് നാണിച്ച് അവർ സ്ഥലം വിട്ടിരിക്കുക. ഇവിടെ ജീവിക്കാൻ പോയില്ലെന്ന് അവർക്കറിയാം. പോയവരാരും തിരിച്ചു വരാൻ തന്നെ ഒരിക്കലും വരില്ല. കാരണം അവരിവിടുന്ന് വിദേശ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞപ്പോൾ വിദ്യാഭ്യാസമുള്ള പിള്ളേരല്ല പോയിരിക്കുന്നത്. അവർക്ക് സൂട്ടബിളായിട്ടുള്ള ജോലിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി അതല്ല, ഇനി അല്പം കൂടി മാറിയൊരു ജോലിയാണെങ്കിൽ പോലും നല്ല ശമ്പളമുണ്ട്. ആരെയും പേടിക്കാതെ പോലീസ് പിടിച്ച് ഇടിയും ഒന്നും കിട്ടാതെ അവർക്ക് മാനം മര്യാദയായിട്ട് കഴിഞ്ഞു വിടാനുള്ള സെറ്റപ്പ് അവിടെയുണ്ട്. അതുകൊണ്ട് അവർക്ക് രാഷ്ട്രീയമൊന്നും വേണ്ട, അവരവിടെ നിൽക്കുകയുള്ളൂ. കേരളം വാസയോഗ്യോ അല്ലാതെയായി മാറിയത് അത് തീർച്ചയായിട്ടും അതെ. 10 വീട് എടുത്തു കഴിഞ്ഞാൽ അതിൽ 8 വീട്ടിലെ കുട്ടികളും നാട് വിട്ട് പോയില്ലേ? ഈ രാഷ്ട്രീയക്കാർ ആരെങ്കിലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടോ? തീർച്ചയായിട്ടും അവർക്കിങ്ങനെ കുട്ടികൾ നാട് വിട്ടു പോകാൻ ഏതെങ്കിലും രാഷ്ട്രീയ പ്രമുഖർ വന്ന് ജനങ്ങളോടായിട്ട് പറയുന്നുണ്ടോ? എന്തുകൊണ്ടാണ് പോകാനുള്ള കാരണത്തെക്കുറിച്ച് ഇവർ സംസാരിക്കുന്നുണ്ടോ? അല്ല, അവർക്ക് അതിനെ സംബന്ധിച്ച് പറയാനോ അല്ലെങ്കിൽ അവർക്കൊരു ആൻസർ അതിനകത്തില്ലല്ലോ. കാരണം കുട്ടികൾക്ക് ഇവിടെ ഒരു 10 പേർക്ക് ജോലി കൊടുക്കാവുന്ന ഒരു സംവിധാനം ഇവരിവിടെ ഉണ്ടാക്കിയിട്ടില്ല. അതിനുണ്ടാക്കാൻ ഇവരെ കൊണ്ട് കഴിയില്ല. കാരണം ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇവിടെ എത്ര വ്യവസായങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ഉള്ള വ്യവസായങ്ങൾ പൂട്ടിപ്പോയി. ഏതെങ്കിലും ഒരു വ്യവസായം പൂട്ടിപ്പോയ വ്യവസായങ്ങൾ നമ്മുടെ ഇവിടെ കേരളത്തിൽ കൊണ്ട് പല ജില്ലകളിൽ കൊണ്ട് സ്ഥാപിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഫ്ലൈവുഡ് കമ്പനികൾ. അല്ല, വ്യവസായങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇവർക്ക് വ്യവസായങ്ങൾ ഇവിടെ കൊണ്ടുവരണമെന്നോ അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള വ്യവസായം ഇവിടെ പുറത്തുനിന്ന് ആരെങ്കിലും കടന്നു വരണമെന്നുള്ള യാതൊരു താല്പര്യം അവർക്കില്ല. അത് വേണ്ട. ഇവിടെ നിലവിൽ ഇപ്പം നമുക്കറിയാം, ഇടുക്കി ജില്ലയിൽ ഒരു കാലത്ത് എത്രയോ വ്യവസായങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ആ വ്യവസായങ്ങൾ എത്ര പ്രസ്ഥാനങ്ങളുണ്ട് പൂട്ടിക്കിടപ്പുണ്ട്. ആ ഒരു സ്ഥാപനം തുറന്നിട്ടില്ലല്ലോ. അരിക്കുഴയിലൊരു ചാൻസൽ പേപ്പർ മില്ലുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. അരിക്കുഴയിൽ ആ പ്രസ്ഥാനം പൂട്ടിപ്പോയി. 100 തൊഴിലാളികളുടെ പണിയെടുത്തത്. ഗാർഡിയൻ കൺട്രോൾസ് ഉണ്ടായിരുന്നു, ഇപ്പോൾ അതുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇല്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കിട്ടൻസ് കൺഫെക്ഷണറി മിഠായി ഫാക്ടറി ഉണ്ടായിരുന്നു, അതിനകത്തൊക്കെ ഒരുപാട് പേര് ജോലി കൊണ്ടിരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ തെക്കൻ ഭാഗത്ത് 1-2 കമ്പനി ഉണ്ടായിരുന്നു. അർജുന റബ്ബർ ഫാക്ടറി ഉണ്ടായിരുന്നു. 100-500 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന അർജുന റബ്ബർ ഫാക്ടറി. റബ്ബർ കൊണ്ട് A to Z സൂചി മുതൽ മോട്ടോർ കാർ വരെ ഉണ്ടാക്കാനുള്ള സംവിധാനം ഉണ്ടായിരുന്ന വലിയ ഒരു പ്രസ്ഥാനമായിരുന്നു. വിജയോസ്വർ അതിൻ്റെ ചെയർമാനൊക്കെ ഉണ്ടായിരുന്നു. ആ പ്രസ്ഥാനം അടച്ചുപൂട്ടിപ്പോയില്ലേ? അങ്ങനെ എത്രയോ വ്യവസായങ്ങൾ ഇടുക്കിയിൽ പൂട്ടിപ്പോയിട്ടുണ്ട്.
അത് പുനരുദ്ധരിക്കുന്നതിനോ അല്ലെങ്കിൽ അവിടെ ഒരു 10 പേർക്ക് തൊഴിൽ കൊടുക്കുന്നതിനുള്ള ഒരു സംവിധാനം ആ പൂട്ടിപ്പോയ ഫാക്ടറികളൊന്ന് തുറന്നാൽ മതിയായിരുന്നുള്ളതില്ല. ഒരു പുതിയ വ്യവസായം കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ മാത്രമല്ല, ഒരു സ്ഥലത്തുമില്ല. ഇപ്പോൾ ഈ പൂത്തങ്കട്ടിൽ 500 കോടി രൂപ മുടക്കി ജലവൈദ്യുതി നിലയം തുടങ്ങാൻ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് 2015 കാലഘട്ടത്തിൽ മന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്തതാണ്. ഇപ്പോൾ അത് നശിച്ച് അതിൻ്റെ അകത്ത് ഒരു യൂണിറ്റ് കറണ്ട് പോലും ഉൽപ്പാദിപ്പിക്കാൻ പറ്റിയിട്ടില്ല. പകുതിയോളം മെഷീനറി കൊണ്ടുവന്നിട്ടില്ല. മൊത്തം ദ്രവിച്ച് കാട് പിടിച്ച് കിടക്കുന്നു. അതിൻ്റെയൊക്കെ പിന്നിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഒരുമാതിരി സാധാരണക്കാർക്ക് മനസ്സിലായില്ല. അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു പ്രസ്ഥാനം കൊണ്ടുവരുവാണെന്നും പറഞ്ഞ് ആളുകളുടെയൊക്കെ എന്ന് പറഞ്ഞ് നല്ല സപ്പോർട്ടൊക്കെ കിട്ടി സർക്കാരിൻ്റെ കുറേ കോടിക്കണക്കിന് രൂപ മുടക്കി അതൊക്കെ തുടക്കം മുതൽ കുറേയൊക്കെ ഈ പരിപാടി നടക്കുമ്പോൾ കുറേ കാശ് അടിച്ചുകൊണ്ട് പോകാൻ പറ്റുമല്ലോ. പൈസ അടിക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടി എന്നുള്ളതല്ലാതെ ഇതൊന്നും തുടങ്ങാനോ 10 പേർക്ക് തൊഴിൽ കൊടുക്കാനോ ഒന്നും വേണ്ടിയിട്ടല്ല. അതിൻ്റെയൊക്കെ പേര് പറഞ്ഞ് കുറേ കോടികൾ അടിച്ചുകൊണ്ട് പോകാൻ പറ്റും. ഇതുള്ള അതിനകത്ത് കാര്യം. ഈ തിരക്കിനിടയിലും ഇത്രയധികം കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് തയ്യാറായ ജോണിയേട്ടന് ഒരു സ്പെഷ്യൽ താങ്ക്സ് അറിയിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു ചേട്ടാ. ഓക്കെ ഓക്കെ ഓക്കെ